ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളല്ല, പ്രത്യേകിച്ച് നരമ്പമ്പാർ നെഞ്ചിലേറ്റിയ ഒരു താരം, അതേ മറ്റാരുമല്ല, നിമിഷ ബിജു എന്ന് പറയുന്ന പ്രമുഖ റീൽസ് താരം. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ലൈവുകൾ ഏറെ പ്രസിദ്ധമാണ്. ലൈവുകളിലൂടെയാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത്. എക്സ്ക്ലൂസീവ് ലൈവുകളാണ് താരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോഴിതാ താരം ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. നമുക്കറിയാം, ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷനിലൂടെ നിരവധി പൈസ ഉണ്ടാക്കുന്ന നിരവധി താരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനോടൊക്കെ കിടപിടിക്കുന്ന രീതിയിൽ താരവും രംഗത്ത് വന്നിരിക്കുന്നു. അതേ 48 ലക്ഷം രൂപ മുടക്കി സ്വന്തമായി ഒരു ഹൗസ് ബോട്ട് ആലപ്പുഴയിൽ വാങ്ങിയിരിക്കുന്നു എന്നുള്ള ആ ഒരു പച്ചയായ യാഥാർത്ഥ്യം ഏറെ ഞെട്ടലോടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ ഒരു സംഭവം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 47 ലക്ഷം രൂപയോളം ബോട്ടിന് വേണ്ടി മുടക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഇനി അങ്ങോട്ട് ഇവരുടെ ആൽബം ഷൂട്ടുകളും റീൽസുകളും ഒക്കെ ബോട്ടിലെ വിഭവങ്ങളാണ്. പമ്പച്ചേച്ചി ഉൾപ്പെടെയുള്ള ആളുകൾ ബോട്ടിൽ ഗസ്റ്റുകളെ സ്വീകരിക്കാൻ വേണ്ടി വിവിധ തരത്തിലുള്ള വിഭവങ്ങളുമായി ബോട്ടിലുണ്ടാവുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്താണ് സംഭവിച്ചത് ഏറെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്നിലേക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. 1 കോടിയിലധികം വ്യൂസ് ആണ് നമുക്ക് ഫേസ്ബുക്കിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. ഏറെ സന്തോഷകരമായ കാര്യം. അതെ, നിമിഷ ബിജു എന്ന് പറയുന്ന ഈ ഒരു റീൽസ് താരം പങ്കുവച്ചിരിക്കുന്ന ഫോട്ടോയിൽ പറയുന്നത് സ്വന്തമായ ഒരു ബോട്ട് വാങ്ങി. ഒന്ന് ആലോചിച്ച് വെക്കുക, വേറെ പ്രത്യേകിച്ച് വരുമാനം ഒന്നുമില്ലാത്തൊരു താരമാണ്. താരത്തിന്റെ ഏക വരുമാനം, ഭർത്താവിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഒരു പഹേനിക്ക് ഓൻ ഇത്തരം കാര്യങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ് ഓന്റെ ജോലി. അപ്പൊ ഈ ബോട്ട് വാങ്ങാനുള്ള വരുമാനം ഇത്രത്തോളം എവിടെയെന്ന് വന്നു ഒന്ന് ആലോചിച്ച് വെക്കുക. 47 ലക്ഷം രൂപ മുടക്കി ഒരു ബോട്ട് വാങ്ങാൻ ഒരു യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ലൈവ് ചെയ്യുന്ന ഒരു താരത്തിന് സാധിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ താരങ്ങൾ, കൂടുതൽ വീട്ടമ്മമാർ ഈ ഒരു രംഗത്തേക്ക് വരും ദിവസങ്ങളിൽ കടന്നു വരില്ലേ? എനിവേ, ഈ രീതിയിലുള്ള വലിയ വരുമാനം കിട്ടുന്നതുകൊണ്ടായിരിക്കാം ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു പഹയൻ ബിജോ മോൻ സി ഓൻ തന്നെ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് സ്വന്തം ഭാര്യയുടെ എക്സ്ക്ലൂസീവ് ലൈവ് കാണാൻ വേണ്ടി. ഇതുപോലൊരു അവസ്ഥ ഒരു പഹയനിക്കും ഉണ്ടാവില്ലേ? അതായത് ഓനെക്കൊണ്ട് ഒന്നും കഴിയാത്ത അവസ്ഥ. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ റീൽസ് നോക്കിയാൽ നമുക്കറിയാം. വീട്ടിൽ മറ്റൊരാളെ കൊണ്ടുവന്ന്, അതായത് പമ്പച്ചേച്ചി എന്ന് പറയുന്ന മറ്റൊരു താരത്തെ കൊണ്ടുവന്ന് ഓളുമായി കെട്ടിമറിയുന്ന ചില സീനുകളാണ് കണ്ടത്. അതായത് തന്റെ ഭർത്താവ് എന്ന് പറയുന്ന പഹയനെ കൊണ്ട് ഓനെ കണ്ട് എന്ത് കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓനെക്കൊണ്ട് കഴിയുന്ന ചില ആക്ടിവിറ്റീസ്. ഓനെക്കൊണ്ടാകെ കഴിയുന്നത് ഈ രീതിയിലുള്ള ചില ഗെയിമുകൾ, ചില ആക്ടിവിറ്റീസ് ഏരിയയിൽ പോയതിനു ശേഷം ഇതുപോലെ തലയിൽ നിന്ന് ആപ്പിൾ എടുത്ത് കളയുക, തലയിൽ ഗ്ലാസ് വെച്ചതിന് ശേഷം അത് വെടിവെച്ചിടുക, ദൂരെ നിന്ന് മയിലിന്റെ ചുണ്ട് നോക്കി വെടിവെക്കുക. അത്തരം സംഗീതത്തിലൊക്കെ ആ ഒരു പഹയനെ കൊണ്ട് കഴിയത്തോളൂ. അല്ലെങ്കിൽ അങ്ങേറ്റം പോയാൽ 0 വിട്ട് കളിക്കാൻ പറ്റും. അതിൽ കൂടുതലൊന്നും ഓനി ഇന്ന് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ടായിരിക്കാം ഇതുപോലുള്ള കലാപരിപാടികൾ, അതായത് ആണുങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന പ്രശ്നമാണ്. അതുകൊണ്ട് പമ്പച്ചേച്ചി എന്ന് പറയുന്ന ഒരു ഹമുക്കിനെ കൊണ്ടുവന്നിട്ട് ചില കലാപരിപാടികൾ നടത്തുന്നത്. ചില സ്വാഭാവികതകൾ ഉണ്ടെങ്കിലും അതിനെതിരെ കേസെടുക്കാൻ യാതൊരു വകുപ്പില്ല. കാരണം പെണ്ണുമാണ്, ഒരിക്കലും പൊരുന്നിട്ടില്ല. എനിവേ, ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ബിജോ ചേട്ടൻ ഉണ്ടായിരിക്കുന്നത്. താൻ പോസ്റ്റ് ചെയ്ത തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഴനീളത്തെറികളാണ്. ഉടനീളം തനിക്ക് വേറൊരു പണിയുമില്ലേ, ഇതുപോലെ പൈസ ഉണ്ടാക്കാൻ നാണമില്ലേടാ അലവലാതി ബിജോ എന്നാണ് നിരവധി ആളുകൾ ചോദിച്ചിരിക്കുന്നത്. മുച്ചൂടും തെറിയാണ് വിളിച്ചിരിക്കുന്നത്. തന്റെ ഭാര്യയെ വിറ്റ് ഈ രീതിയിൽ തിന്നുന്ന ഒരു കള്ള ഹമുക്കിനെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. തനക്ക് നാണമുണ്ടോടാ കള്ളനായെന്നാണ് നിരവധി ആളുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. തെറികൊണ്ട് ഓനെ മൂടുന്ന കാഴ്ചയാണ്. ഏറെ ദുഃഖകരമായ അവസ്ഥയാണ്. ഇതുപോലൊരു ഭർത്താവ് ഇതിനു മുമ്പ് സോഷ്യൽ മീഡിയയിൽ അധികം അങ്ങനെ ഉണ്ടായിട്ടില്ല. സ്വന്തം ഭാര്യയുടെ എക്സ്ക്ലൂസീവ് ലൈവ് കാണാൻ വേണ്ടി, അതായത് നിരവധി ആളുകൾ കരുതിയിരുന്നത് ബിജോ ചേട്ടൻ വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പഹയനാണ്, ഒരിക്കലെങ്കിലും നിമിഷ ബിജോയെ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കും, ഓളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച് സന്മാർഗമായ ഒരു പാതയിലേക്ക് ഓളെ നടത്തുമെന്ന് കരുതിയിരുന്ന ആളുകൾക്ക് തെറ്റി. അതേ ബിജോ ചേട്ടനായിരുന്നു ഇതിന്റെ പിന്നിൽ സജീവമായി, ഓളുടെ എല്ലാ കലാപരിപാടിക്കും പിന്നിൽ സജീവമായി വളരെ ആക്റ്റീവായി നിലകൊണ്ടതെന്ന് വ്യക്തമായിരിക്കുന്നു. അതിന്റെ ഫലമായി 47 ലക്ഷം രൂപയുടെ
ബോട്ട് സ്വന്തമായി നേടിയെടുക്കാൻ ഈ ഒരു കുടുംബത്തിനാവുന്നു. അങ്ങനെയെങ്കിൽ കൂടുതൽ വ്ളോഗേഴ്സ് ഈ രീതിയിലുള്ള എക്സ്ക്ലൂസീവ് ലൈവുമായി രംഗത്തെത്തിയേക്കാം വരും ദിവസങ്ങളിൽ. അത് വലിയ രീതിയിലുള്ള ഒരു നേട്ടം തന്നെയാവും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുക. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്നിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. എടാ എനിക്ക് കല്യാണം കഴിക്കുന്നതിന് മുന്നിട്ടുള്ള ആഗ്രഹം എന്താ ഈ കോഴിക്ക് തിന്നാ? അല്ല നിങ്ങൾ എവിടെ പോണ്? ഞാനാ അപ്പച്ചിയുടെ എവിടാ